ഈ യുദ്ധത്തിൽ നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള ശരികളും തെറ്റുകളൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ട് തോന്നും, അല്ലെങ്കിൽ ശരിയായിട്ട് തോന്നും. ഈ ശരിയും തെറ്റുകളൊന്നും അല്ല യുദ്ധത്തിൽ നടക്കുന്നത്. ഏതൊരു യുദ്ധമായാലും ശരി. ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഇറാനിന്റെ ശരികളും ഇറാന്റെ തെറ്റുകളും, യുഎസിന്റെ ശരികളും യുഎസിന്റെ തെറ്റുകളുമാണ്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കയറിയിട്ട് അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് എന്ത് അധികാരമുള്ളത്? യുഎസ് ചെയ്ത തെറ്റാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ 3 ദിവസം മുമ്പ് ഇറാൻ ഇതേപോലെ അവരുടെ യുഎസ് കാരിയറിൽ സ്ട്രൈക്ക് ചെയ്തില്ലേ? 6 യുഎസ് സോൾജേഴ്സ് മരിച്ചില്ലേ? അതെങ്ങനെയാണ്? അപ്പൊ അത് നമ്മൾ തെറ്റാന്ന് പറയുമോ? അപ്പൊ ഇത് രണ്ടും നമ്മൾ പറയുന്നില്ലല്ലോ. അപ്പൊ ഇത് യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നമ്മളതായിട്ടുള്ള ശരികളും തെറ്റുകളൊന്നും ഇല്ല. ഏതൊരു യുദ്ധമായാലും ശരി. ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ സ്ട്രൈക്ക് ചെയ്തു. ആ പാകിസ്ഥാനിൽ സ്ട്രൈക്ക് ചെയ്തപ്പം വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ വന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്തത് കറക്റ്റാണ്, ശരിയാണെന്ന്? എത്ര രാജ്യങ്ങൾ പറഞ്ഞു? നമുക്ക് ശരിയായിട്ട് തോന്നി, നമ്മളത് ചെയ്തു. അപ്പൊ ഇത് യുദ്ധത്തിൽ നമ്മൾ എന്തുകൊണ്ടൊരു സ്റ്റാൻഡ് എടുത്തില്ല എന്ന് നേരത്തെ ശ്രീ രാജുഭായ് നായർ പറഞ്ഞു. ഞാൻ ഒരു 3 എക്സാമ്പിൾ പറയാം. ഒന്ന്, 1956 പണ്ഡിറ്റ് നെഹ്റു ഹംഗറി എന്നുള്ള രാജ്യത്തിൽ അവിടെ സോവിയറ്റ് യൂണിയൻ അഗേൻസ്റ്റ് ആയിട്ട് വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടന്നു. ധാരാളം കാഷ്വാലിറ്റീസ് ഉണ്ടായി. അന്ന് പണ്ഡിറ്റ് നെഹ്റു അതിനെ അപലപിച്ചായിരുന്നോ? കണ്ടം എന്നുള്ള വേർഡ് യൂസ് ചെയ്യായിരുന്നോ? ഇല്ല. ഞാൻ അതിനെ വിശ്വസിക്കുന്നത് അത് രാജ്യ താല്പര്യത്തിന് വേണ്ടി തന്നെയായിരുന്നു. അതായത് സോവിയറ്റ് യൂണിയൻ അന്ന് പിണക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. ഇനി വേറൊരു ഞാൻ ചോദിക്കാം. 1900 നേരത്തെ ശ്രീ രാജു പി നായർ പറഞ്ഞു ഈ ചേരിചേരാ നയത്തിൽ നമ്മൾ AC റൂമിൽ കയറി ഇരിക്കുന്നല്ല എന്ന്. 1971 ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ, ശക്തമായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ, നമുക്ക് ഇത്രയും വലിയൊരു വിജയം തന്നൊരു പ്രൈം മിനിസ്റ്റർ, ആ ഇന്ദിരാഗാന്ധി എന്ത് ചേരിചേരാ നയത്തിന്റെ പേരിലാണ് ഇന്ത്യയും സോവിയറ്റ് യൂണിയൻ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റ് ചെയ്തത്? ആ ഇന്ത്യ സോവിയറ്റ് യൂണിയൻ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റ് ചെയ്തോണ്ടല്ലേ നമ്മളെ 7th ഫ്ലീറ്റ് വന്നപ്പം തിരിച്ചു പോകാൻ അവർക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നത്? അപ്പൊ അവിടെ എന്ത് ചേരിചേരാ നയം വന്നു? അവിടെയും രാഷ്ട്ര താല്പര്യമാണ് നോക്കിയത്. ഇനി മൻമോഹൻ സിംഗ്ജിയുടെ കാര്യം ഞാൻ പറയാം. പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്, സദ്ദാം ഹുസൈൻ മരിച്ചത് ഇവിടെ തൂക്കിക്കൊന്നത് ഡിസംബർ 30 2006 അന്ന് UP ഭരിച്ച ശ്രീ മൻമോഹൻ സിംഗ് അതിനെ കണ്ടം എന്നുള്ള വേർഡ് യൂസ് ചെയ്യായിരുന്നോ? അപലപിച്ചായിരുന്നോ? ഇല്ല. ഡീപ്ലി ഡിസ്റ്റർബ്ഡ് മാത്രമാണ് പറഞ്ഞത്. എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം US അന്ന് നമുക്ക് പണക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് വേണം നമ്മൾ കാണാൻ.